എന്നൊരു പച്ചപ്പറങ്ങാണ്ടി തീയൽ നമുക്ക് വയ്ക്കാം. പാൻ അടുപ്പിൽ വെച്ച് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, ഒരു ഇച്ചിരി തേങ്ങ, ഒത്തിരി എടുത്തില്ല, ഒരു ഇച്ചിരി തേങ്ങ, ഒരു ഇച്ചിരി വെളുത്തുള്ളി, ഒരു ഇച്ചിരി ചുവന്ന മുളക് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അല്പം കരിയാപ്പിലയും കൂടെ ഇടാം. നമുക്ക് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചുമന്ന് വരെ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കത് ഓഫാക്കാം. തേങ്ങ രണ്ട് ഏകദേശം ചുമന്ന് വന്നു. നമുക്കതിലേക്കൊരല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഇതിൻ്റെ അകത്തൊരു 1/4 സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചുമന്ന്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരയ്ക്കണം. ഇത് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ മതി, അല്പം വെളിച്ചെണ്ണ മതി. അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഇച്ചിരി കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം നമ്മൾ റെഡിയാക്കി വെച്ച് ഉള്ളി ചെറിയ ഉള്ളി ഒരു തേങ്ങാക്കൊത്തിട്ട് കൊടുക്കണമായിരുന്നു. അത് ഞാൻ ഒന്ന് മൂപ്പിച്ചിട്ട് ഉള്ളി ഇടാനുള്ളായിരുന്നു. ഞാനപ്പോൾ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളിയോടിട്ട് കൂട്ടി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി പച്ചമുളക്, 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരല്പം കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി വഴന്നു വന്നു. നമുക്ക് പച്ചപ്പറങ്ങാണ്ടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് അത് നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം.